കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ കഞ്ഞിപ്പുരയ്ക്ക് തൊട്ടുമുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. തേവലക്കര ബോയ്സ് സ്കൂളിലാണ് സംഭവം. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജില്ലയിൽ നാളെ ABP വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം മന്ത്രി V. ശിവൻകുട്ടി സ്കൂളിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സ്കൂൾ പരിസരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതി M. മനോജും R. രാജീവും ചേർന്ന് ആദ്യം മനോജിലേക്കാണ്. മനോജ്, അതിദാരുണമായൊരു സംഭവം. 8ാം ക്ലാസ്സുകാരന് സ്കൂളിൽ വെച്ച് ജീവൻ നഷ്ടമാകുന്നൊരു കാഴ്ച. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് BJPയുടെ ഭാഗത്തു നിന്നും. ഒപ്പം ABPയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ABP നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലേ? നിഖിൽ, രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് സ്കൂളിലേക്ക് കുട്ടി എത്തുന്നു, തുടർന്ന് കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് ഈ ഒരു ഷെഡിന് മുകളിലേക്ക് പോകുന്നു. അതായത് സൈക്കിൾ ഷെഡാണ് ഈ സ്കൂൾ ക്ലാസ് മുറിക്ക് ഉള്ള കെട്ടിടത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലാണ് ഈ ഒരു വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിരുന്നത്. ഈ മുകളിലേക്ക് ചെരുപ്പ് പോയപ്പോൾ വിദ്യാർത്ഥി മുകളിലേക്ക് കയറി ഈ ചെരുപ്പ് എടുക്കവെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുനാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ ആദ്യമേ തന്നെ നാട്ടുകാരൊക്കെ ആരോപിച്ചിരുന്നു. അതായത് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ KCBയുടെ ഭാഗത്തു നിന്നുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു ജീവൻ നഷ്ടമാകാൻ കാരണമായത് എന്നുള്ള കാര്യം. എന്തായാലും അതിൽ നാട്ടുകാരടക്കം അവരുടെ അനുഭവങ്ങളടക്കം നമ്മളോട് പറഞ്ഞിരുന്നു. ഈ സ്കൂളിൽ പഠിച്ച നിരവധി പേരുണ്ട് ഇവിടെ. അവരൊക്കെ ഈ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും BJP യുവമോർച്ച പ്രവർത്തകരും അതോടൊപ്പം തന്നെ ABVPയും ശക്തമായ പ്രതിഷേധവുമായി സ്കൂളിനുള്ളിലേക്ക് എത്തി. സ്കൂളിനെ ഓഫീസിന് മുന്നിൽ അവർ കുത്തിയിരുന്നു. നാളെ ABVPയുടെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം ഉൾപ്പെടെ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഈ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇവിടേക്ക് വിവിധ സംഘടനകൾ ഈ പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുവാനായി ഇവിടെ പോലീസിനെ കൂടുതലായും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ CPM നിയന്ത്രണത്തിലുള്ള ഈ സ്കൂളിൽ നടന്നിട്ടുള്ള അനാസ്ഥയെയാണ് ജനങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് CPMന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്കൂള് പ്രവർത്തിച്ചു വരുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളാണ്. ഈ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്ത് നടന്നാലും അതിലൊക്കെ തന്നെ പാർട്ടി ബന്ധവും അതോടൊപ്പം തന്നെ പാർട്ടി അനുഭാവികളെയൊക്കെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ നടക്കുമ്പോഴും ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇവിടെ അധികൃതർ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്രയും കാലമായും ഈ ഷെഡിന് മുകളിലൂടെ കിടന്നിരുന്ന ആ ഒരു വൈദ്യുതി ലൈൻ അത് നാട്ടുകാരുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടു. നാട്ടുകാരടക്കം ഈ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് മാറ്റി സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ ആ ഷെഡ് അവിടെ നിർമ്മിക്കാതിരിക്കുവാനോ ഉള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് അനുമതിയോടുകൂടിയല്ല ഈ ഷെഡ് നിർമ്മിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും വീട് എന്തെങ്കിലും പുനർനിർമ്മാണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ വെക്കുമ്പോഴോ അവിടെ കൃത്യമായും പഞ്ചായത്തിൽ അപേക്ഷ നൽകി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുമതിയോടുകൂടിയാണ് ഈ കെട്ടിടങ്ങളൊക്കെ വയ്ക്കുക. അതോടൊപ്പം തന്നെ ഷെഡുകൾ വെച്ചാൽ പോലും അതൊക്കെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്നാൽ അത്തരത്തിലൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ ആ ഷെഡ് നിർമ്മിച്ചു. ഷെഡിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ ഈ ലൈൻ, അതായത് മുകളിലൂടെ പോയിരിക്കുന്ന വൈദ്യുതി ലൈൻ അത് ശ്രദ്ധയിൽപ്പെടും. പക്ഷേ അതിൽ പോലും അവരൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അതിൽ നമ്മളോട് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിച്ചത് ഒരു കുട്ടിയും അങ്ങോട്ടേക്ക് കയറേണ്ട സാഹചര്യം ഇല്ലല്ലോ, അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലല്ല. ആ കുട്ടിയുടെ ചെരുപ്പ് മുകളിലേക്ക് പോയപ്പോൾ കുട്ടി ക്ലാസ് മുറിക്കുള്ളിലൂടെ തന്നെ ആ മേൽക്കൂരയിലേക്ക് എത്തി എന്നുള്ളതാണ്. മേൽക്കൂരയിലെത്തി കാൽ വഴുതുമ്പോഴാണ് ഈ വൈദ്യുതി ലൈൻ പിടിക്കുന്നതും ഷോക്ക് ഏൽക്കുന്നതും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സംഭവം, അതായത് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും അതിനെയൊക്കെ ന്യായീകരിക്കുവാനാണ് ഇവിടെയുള്ള മാനേജ്മെന്റ് അടക്കം തയ്യാറായത് എന്നുള്ളതാണ്. ഇവിടേക്ക് തഹസിൽദാർ എത്തിയിരുന്നു. തഹസിൽദാർ പറയുന്നത് ആദ്യഘട്ടത്തിലുള്ള, അതായത് പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ഏത് വകുപ്പാണ് കേസെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായും ഒരു മറുപടി തഹസിൽദാർ നൽകുന്നില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴും
ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രാഥമികമായി നടത്തിയിട്ടുള്ള പരിശോധന അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും അതിൽ വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ BNS 194 ആണ് നിലവിൽ എടുത്തിരിക്കുന്ന വകുപ്പ്. അതായത് ഒരു തരത്തിലും ആരെയും പ്രതി ചേർക്കാതെ ഒരു മരണം നടന്നു, ഒരു അസ്വാഭാവിക മരണം നടന്നു എന്നുള്ള തരത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. എങ്കിലും അതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്, കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നൊക്കെയാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തൊക്കെയാണ് അനാസ്ഥ എന്ന് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതൊന്നും സമ്മതിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ മാനേജ്മെന്റിനെ കൂടുതലായും സംരക്ഷിക്കുവാൻ അധികൃതർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി സംഘടനകളും അതോടൊപ്പം തന്നെ നാട്ടുകാരും അടക്കം ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തുന്നു. ഈ സ്കൂളിന് മുന്നിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം കോലം കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി മന്ത്രി വന്നു കഴിഞ്ഞാൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തെങ്കിലും തരത്തിൽ, അതായത് ഈ പ്രതിഷേധം ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നിലവിൽ അറിയിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ബോയ്സ് ഹൈസ്കൂൾ തേവലക്കര എന്നുള്ളതാണ്, ഈ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. വർഷങ്ങളായി തന്നെ CPM ആണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുന്നിൽ വലിയ കവാടമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ, ആ ക്ലാസ്സുകളിലേക്ക് കയറുമ്പോൾ അതിന്റെ അവസ്ഥ അറിയാം. അതായത് മുകൾ തട്ടിൽ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു ഷെഡാണ്. ആ ഷീറ്റിന് മുകളിലേക്കാണ് കുട്ടി ക്ലാസ് റൂമിനുള്ളിൽ നിന്നും കയറുന്നത്. അങ്ങനെ കയറുവാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് വഴി കുട്ടി ഡെസ്കിന് മുകളിൽ ചവിട്ടി ആ മേൽക്കൂരയിലേക്ക് കയറുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതും. അതായത് മറ്റു കുട്ടികളടക്കം ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. കുട്ടികളാണ് തുടർന്ന് ഈ ഇവിടെയുള്ള അധികൃതരെ, അധ്യാപകരെ അടക്കം വിവരം അറിയിക്കുന്നത്. ഈ മനോജ്, ഒരു ചെറിയ അപ്ഡേഷൻ കൂടിയുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ ആശുപത്രിയിൽ എത്തി എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ധനമന്ത്രി KN ബാലഗോപാലും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും കുട്ടിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അവിടേക്ക് മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മന്ത്രിമാർ എത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി KN ബാലഗോപാൽ അടക്കം ജില്ലയിലെ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് മന്ത്രിമാരാരും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെയുള്ള ജനങ്ങളടക്കം ഉയർത്തുന്ന ആരോപണം ഇത് തന്നെയാണ്. ഈ ഭരണപക്ഷത്തു നിന്നും ആരും ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് CPMന്റെ മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം ഈ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് നടത്തിയ ആ ഒരു പ്രതികരണം, അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ തരത്തിലൊരു ന്യായീകരണം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ KSCB പറയുന്നത് ജൂൺ 15-ാം തീയതി ഇവിടെ നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഷെഡുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും KSCBയുടെ ഭാഗത്തു നിന്നാണോ അതോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണോ ഈ ഒരു അനാസ്ഥ സംഭവിച്ചതെന്ന് അധികൃതർ പോലും ഇവിടെ കൃത്യമായി പ്രതികരിക്കുന്നില്ല. ഇവിടെയൊക്കെ തന്നെ ഒരു ചോദ്യം നിലനിൽക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണമായത് എന്നുള്ള ചോദ്യം അധികാരികൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അതിനൊന്നും തന്നെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന സമീപനം ഇവിടെ ഉണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ജില്ലയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആശുപത്രിയിലേക്ക് ഇപ്പോൾ മറ്റ് മന്ത്രിമാർ എത്തിയിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. നിഖിൽ, മനോജ്, അപ്പം തന്നെ നേരത്തെ മനോജ് സൂചിപ്പിച്ചിരുന്നു, ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് BJPയുടെ ഭാഗത്തു നിന്നൊപ്പം ABVPയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. നാളെ ജില്ലയിൽ ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്ന് ABVP അറിയിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് ABVP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 8ാം ക്ലാസ്സുകാരൻ, 13 വയസ്സുകാരന്റെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത്. അത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് വീണ്ടും എടുത്തു പറയാം. കാരണം ആ കാഴ്ച കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ആ ഷെഡിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു വൈദ്യുതി ലൈൻ, അത് ഇത്രയും കാലമായും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പലവരും ഇവിടെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അതിൽ കൃത്യമായൊരു നടപടി എടുക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. അതും CPM നിയന്ത്രിക്കുന്ന ഈ ഒരു സ്കൂൾ, ആ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ തരത്തിൽ, അതായത് സർക്കാർ തന്നെ വലിയ തരത്തിൽ എല്ലാ സ്കൂളുകളും നമ്പർ 1 ആണ്, അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്കൂളുകളാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് പറയുമ്പോഴും ഈ മാനേജ്മെന്റ്, അതായത് CPMന്റെ മാനേജ്മെന്റിലുള്ള സ്കൂളിൽ ഇങ്ങനെയുള്ള അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്
അത്തരം ഒരു അപകടം ഉണ്ടായിട്ട് പോലും അതിൽ മാനേജ്മെന്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ ആരും തയ്യാറാവുന്നില്ല. ഒരു FIR ഇടുമ്പോൾ പോലും അതിൽ അസ്വാഭാവിക മരണം എന്നുള്ള കാര്യമല്ലാതെ മറ്റൊരു തരത്തിലേക്ക് FIR പോയിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് പറയാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. തഹസിൽദാർ വന്ന മറുപടി പറഞ്ഞതൊക്കെ ഈ രീതിയിലാണ്. അതായത് ഞങ്ങൾ പരിശോധിക്കുന്നു, ഇനി അത് അന്വേഷിക്കണം, ഇനി അത് പരിശോധിച്ച് വരികയാണ് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ ADM-ഉം അതോടൊപ്പം BJP പ്രവർത്തകരടക്കം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം പ്രതിഷേധം അറിയിക്കുമ്പോൾ പോലും അതിൽ കൃത്യമായൊരു മറുപടി, അതായത് ഇത്രയധികം വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ട് അതൊന്ന് ചെവി കൊള്ളാൻ ഇവിടെയുള്ള അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊന്ന് ഈ പ്രതിഷേധം എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നതെന്ന് ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും അറിയാം, ഭരണകക്ഷിയിലെ തന്നെ നേതാക്കൾക്കറിയാം. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പ്രതിഷേധം നിങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യത്തിനപ്പുറം, അതായത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നടപടിയെടുക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും ഇവിടെ ആരും പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി മന്ത്രിമാരടക്കം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ വീണ്ടും ശക്തമാകും. പ്രവർത്തകർ കൂടുതൽ ഈ പ്രതിഷേധം അറിയിക്കുമെന്ന് തന്നെ, അതായത് നേരത്തെ തന്നെ സ്കൂളിന്റെ മതിലൊക്കെ ചാടിക്കടന്നാണ് ഈ പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഉള്ളിൽ ഓഫീസ് റൂമിന്റെ മുന്നിലേക്ക് ഇവരൊക്കെ എത്തി. എന്തായാലും ശക്തം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിൽ BJP-യും ABVP-യും അടക്കം ഇവിടെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് ജില്ലയിൽ ആകമാനം വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ ആ ക്ലാസ് റൂമിൽ ആ മിഥുന്റെ ബാഗ് ഉൾപ്പെടെ ആ ക്ലാസ് റൂമിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ആ ബാഗും പുസ്തകവുമായി ക്ലാസ് റൂമിലേക്ക് പഠിക്കാൻ വരുമ്പോൾ ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെ ചെരുപ്പ് മുകളിലേക്ക് പോയി. ആ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥിക്കാണ് ഇങ്ങനെ ദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. അതിലൊരു നടപടി എടുക്കുവാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അതിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നോ എന്ത് തരത്തിലുള്ള പരിശോധനയാണെന്നോ വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പറയാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത്. നിഖിൽ, മനോജെ, അതോടൊപ്പം തന്നെ ഈ അപകടകരമായ രീതിയിൽ ഈ ഒരു വൈദ്യുതി ലൈൻ അതുവഴി പോകുന്നത് മുൻപ് തന്നെ നാട്ടുകാർ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപും ഇത്തരത്തിൽ ഇത് വലിയ രീതിയിലുള്ള അപകട സാധ്യതയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വൈദ്യുതി ലൈൻ ഉള്ളത് എന്ന് നാട്ടുകാരൊക്കെ തന്നെ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളോട് പറഞ്ഞതുമാണ്. അതായത് ഇത് നേരത്തെ തന്നെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ആ വൈദ്യുതി ലൈൻ ശ്രദ്ധിക്കപ്പെടും. അത്തരത്തിൽ ഷെഡിന് മുകളിലൂടെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം കൂടെ സംഭവിക്കുന്നത്. ഇത് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. അതിങ്ങനെ ആ ഷെഡിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കിടക്കുന്നത്, അത് മാറ്റണമെന്നുള്ളത്. പക്ഷെ അത് മാറ്റിയില്ല എന്നുള്ളതാണ്. അതായത് KSEB-യും ഈ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും മാനേജ്മെന്റ് അത് ഇടപെട്ടുകൊണ്ട് മാറ്റുവാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അനന്തരഫലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് നാട്ടുകാരുൾപ്പെടെ പറയുന്നു. നാട്ടുകാരിൽ പ്രതികരിച്ചവരിൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ വരെ ഉണ്ടായിരുന്നു. അവരും നമ്മളോട് പറഞ്ഞത് തന്നെയാണ്, തങ്ങളും ഈ ഒരു KSEB-യുടെ ഭാഗത്തു നിന്നും ജോലിക്ക് പോകുന്ന ആളുകളാണ്, തങ്ങൾക്കറിയാം ഈ അപകടകരമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചതും. കാരണം ഒരു ഷീറ്റിന് മുകളിൽ ഒരു വിദ്യാർത്ഥി കയറിയപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ വൈദ്യുതി ലൈൻ അത്രത്തോളം ഈ ഷീറ്റിനോട് ചേർന്ന് കിടന്നു എന്നുള്ളത്. ഈ സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്, അധ്യാപകർ എത്തുന്നുണ്ട്, എല്ലാവരുടെയും കണ്ണിൽ ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ആ KSEB-ക്ക് കൃത്യമായ രീതിയിൽ ആ നിർദ്ദേശം നൽകി അത് അവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ കെട്ടിടങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകിയിട്ടുള്ളത് ആരാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയാണോ ഫിറ്റ്നസ് നൽകിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഈ താൽക്കാലിക ഷെഡ്, സൈക്കിൾ ഷെഡാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള അനുമതി എടുത്തിട്ടുണ്ടോ? അപ്പോൾ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഷെഡുകൾക്ക് അനുമതി വേണ്ട എന്നുള്ളതാണ്. എന്നാൽ ഈ അനുമതി എടുക്കാതെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിറ്റ്നസിന്റെ കാര്യം, ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആരാണ് നൽകിയത്, എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തിയത് എന്നുള്ള ചോദ്യം. എന്തായാലും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പരിശോധനകൾ
നടത്തി മാത്രമേ ഈ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിക്കാവൂ. പക്ഷേ അത്തരത്തിലൊരു പരിശോധന നടന്നില്ല എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാം. കാരണം അങ്ങനെ ഒരു പരിശോധന കൃത്യമായ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു, അതിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളിലടക്കം നമുക്ക് വ്യക്തമാണ് ആ കുട്ടിക്ക് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ അതിന് ഉണ്ടായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അതിലെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ എന്താണ് എന്നുള്ളതിനെ പറ്റി ഇവിടെ സംസാരിക്കുവാൻ പോലും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന തഹസീൽദാരടക്കം തയ്യാറായില്ല എന്നുള്ളതാണ്. അവരൊക്കെ സംരക്ഷിക്കുന്ന, അതായത് ആരെയൊക്കെയോ സംരക്ഷിക്കുവാനുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ പ്രതികരണം. എന്തായാലും ഈ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. നിഖിൽ, മനോജരെ, ഒപ്പം തന്നെ അതായത് മിഥുൻ എന്ന ഈ 13 വയസ്സുകാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മിഥുൻ പഠനത്തിൽ വളരെ അധികം മിടുക്കനാണ് എന്ന് അറിയുന്നുണ്ട്. ഒപ്പം തന്നെ NCCയിലടക്കം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് മിഥുൻ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. മിഥുൻ പഠനത്തിൽ മുൻപിലായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ അഭിരുചികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി. അതോടൊപ്പം തന്നെ NCCയിലെ സജീവമായിരുന്നു. എന്തായാലും അത്തരത്തിലൊക്കെ വളരെയധികം സ്വപ്നങ്ങളൊക്കെ കണ്ട് വളരുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി, അതായത് വീട്ടുകാർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാടിന് അഭിമാനമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ. അത്തരത്തിലൊരു പ്രതീക്ഷ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ, ഒരു നാടിന്റെ പ്രതീക്ഷയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ ഇത്തരത്തിൽ അധികാരികളുടെ അനാസ്ഥയാണ് എന്നുള്ള കാര്യം അറിയുമ്പോഴാണ് ഇവിടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്, വലിയ രോക്ഷമുണ്ടാകുന്നത്. കാരണം ഓരോ വിദ്യാർത്ഥിയും സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ നാളെ ഈ ഭാവിയിലെ തന്നെ പ്രതീക്ഷയാണ്, ആ നാടിന്റെ പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപകടം, അത് ഇങ്ങനെയുള്ള അധികൃതരുടെ ശ്രദ്ധക്കുറവോ അതോടൊപ്പം മനഃപൂർവ്വമുള്ള ഈ ഒരു ശ്രദ്ധക്കുറവ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതിൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ള ഓരോ നാട്ടുകാരും പറയുന്നത്. അങ്ങനെ ഒരു നടപടി ഇവിടെ വിദ്യാർത്ഥിക്ക് അപകടം സംഭവിക്കില്ലായിരുന്നു, ഷോക്ക് ഏൽക്കില്ലായിരുന്നു എന്ന് തന്നെ. അതോടൊപ്പം തന്നെ KSEBിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സ്കൂളാണ്, സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഈ റോഡിൽ നിന്ന് പോകുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ട് മനസ്സിലാകും. ആ മേൽക്കൂരയോട് ചേർന്ന് കിടക്കുന്ന, ആ ഷീറ്റിനോട് ചേർന്ന് കിടക്കുന്ന വൈദ്യുതി ലൈൻ, ആ വൈദ്യുതി ലൈൻ റോഡിലൂടെ പോകുന്ന ഏതൊരു ഉദ്യോഗസ്ഥർക്കും അത് കാണാൻ സാധിക്കും, ഏതൊരു സാധാരണക്കാരനും അത് കാണാൻ സാധിക്കും. അങ്ങനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ KSEB അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടില്ല. കാരണം ഈ സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി പോലും ഒരു നടപടിയിലേക്ക് പോകാൻ KSEB തയ്യാറായില്ല. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും തയ്യാറായില്ല എന്നുള്ളതാണ്. കാലങ്ങളായി CPMന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്കൂളിൽ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയില്ല, അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മളോട് പ്രതികരിച്ചവരിൽ ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത് ഇനി തങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വിടുക, അവന്റെ കൂടെ, അതായത് ഇതിന്റെ കൂടെ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മക്കൾ അവരൊക്കെ വലിയ നിലയിൽ എത്തും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷേ അവരുടെ സുരക്ഷയ്ക്ക് പോലും ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ അധ്യാപകർ അല്ലെങ്കിൽ ഇവിടെയുള്ള മാനേജ്മെന്റിന്റെ മറ്റ് ചുമതലപ്പെട്ടവരൊന്നും തന്നെ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം നിലനിന്നിട്ട് പോലും അതിൽ ശ്രദ്ധ കൊടുത്ത് അതിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയി അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ഇവിടെ ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിനകത്തു നിന്നും ആ മേൽക്കൂരയിലേക്ക് കയറാൻ പറ്റുന്ന തരത്തിലൊരു ഗ്യാപ്പുണ്ട്. അത്തരത്തിൽ ആ ഗ്യാപ്പ് വഴിയാണ് വിദ്യാർത്ഥി ഈ മുകളിലേക്ക് എത്തിയതും അപകടമുണ്ടായതും.